നമസ്കാരം, മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബഹ്റൈനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. എനിക്ക് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നുള്ളത് നമ്മുടെ ബഹ്റൈൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. UAEക്ക് ബുർജ് ഖലീഫ എത്രമാത്രം പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ മലേഷ്യയ്ക്ക് എത്രമാത്രം ട്വിൻ ടവർ പ്രധാനപ്പെട്ടത്, അതുപോലെ ബഹ്റൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡിംഗാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നുള്ളത്. ബഹ്റൈൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മനാമയുടെ ഹൃദയഭാഗത്താണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ നിർമ്മിച്ചിരിക്കുന്നത് 2 ഗോപുര സമുച്ചയമായിട്ടാണ്. ഗോപുര സമുച്ചയത്തിന് ആക്ച്വലി 50 നിലകളാണുള്ളത്. ഈ ബിൽഡിങ്ങിന് 240 മീറ്റർ ഹൈറ്റ് ഉണ്ട്, അതായത് 787 അടിയോളം ഉണ്ട്. 2008 ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇവിടെ നിലവിൽ വന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് വലിയ കാറ്റാടി യന്ത്രങ്ങൾ തങ്ങളുടെ ഘടനാപരമായിട്ടുള്ള രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയ കെട്ടിടമെന്ന നിലയിൽ ആഗോളതലത്തിൽ വളരെ പ്രശസ്തമാണ് നമ്മുടെ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും അടിഭാഗം എന്നുള്ളത് മൊഡമാളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബഹ്റൈനിലൊരു മോളാണ്. പിന്നെ അതിനോടൊപ്പം റോളക്സിൻ്റെ എല്ലാവിധ കളക്ഷൻസ് അടങ്ങിയ വാച്ചിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഷോറൂംസ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ് എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. കൂടാതെ താരാൽ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ബഹ്റൈനിലെ 5 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ഷെറാട്ടൺ ഹോട്ടലും ഇവിടെ തന്നെയാണുള്ളത്. ഇതിനകത്തുള്ള ആംബിയൻസ് ഒരു രക്ഷയില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്നുള്ളത് 2 ടവറുകൾക്കിടയിലുള്ള പാലത്തിനിടയിലുള്ള 29 മീറ്റർ വ്യാസമുള്ള 3 കാറ്റാടി യന്ത്രങ്ങളാണ്. ഈ കാറ്റാടി യന്ത്രങ്ങളാകട്ടെ ഈ പേർഷ്യൻ ഗൾഫിലെ ഈ കാറ്റിന് ഉപയോഗപ്പെടുത്തി ഏകദേശം ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിൽ ചിലവാക്കേണ്ട 15% വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. 2006 ലീഫ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് യൂസ് ഓഫ് ടെക്നോളജി, കൂടാതെ അറബ് കൺസ്ട്രക്ഷൻ വേൾഡ് ഫോർ സസ്റ്റൈനബിൾ ഡിസൈൻ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഈ കെട്ടിടത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ഫ്ലോറായിട്ടുള്ള ഷെറാട്ടണിലാണെന്നുണ്ടെങ്കിലോ മൊഡമാളിലാണെന്നുണ്ടെങ്കിലോ ഇവിടുത്തെ കാഫറ്റീരിയസിലാണെങ്കിലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് നോ റെസ്ട്രിക്ഷൻ, എങ്ങനെ വേണമെങ്കിലൊക്കെ പോവാം, വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഗോപുര സമുച്ചയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ. പണ്ട് ഇതിന് മുന്നിൽ കൂടെ ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനകത്ത് എങ്ങനെ കയറാൻ പറ്റും, അല്ലാതെ കയറി കഴിയുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത്, അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിന് മുന്നിൽ പ്രാവശ്യം കയറിയിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോസ് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഒരിക്കൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു. ഇവരെ കണ്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇനി നമ്മൾ ഗോപുര സമുച്ചയത്തിൽ കയറാൻ പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2 ടവറാണുള്ളത്. ഒന്ന് ഈസ്റ്റ് ടവർ, ഒന്ന് വെസ്റ്റ് ടവർ. നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഈസ്റ്റ് ടവറിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെർമിഷൻ വേണം. പെർമിഷൻ എന്ന് പറയുമ്പം ഈ ഈസ്റ്റ് ടവറിൽ ഏതെങ്കിലും കമ്പനിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേക പെർമിഷൻ നമുക്ക് തരണം. അതോടൊപ്പം അവർ താഴെ സെക്യൂരിറ്റിയോട് വിളിച്ച് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമ്മുടെ CPR, നമ്മുടെ ID കാർഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു എൻട്രി കാർഡ് തരും. അത് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ മെഷീനിൽ സ്വൈപ്പ് ചെയ്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അത് സ്വൈപ്പ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ലിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും ലിഫ്റ്റുകളുണ്ട്, റൈറ്റ് സൈഡ് ലിഫ്റ്റിലുണ്ട്. എല്ലാ ലിഫ്റ്റിലും കയറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലോറിലും എത്താൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡുള്ള ലിഫ്റ്റ് വഴി പോകാൻ പറ്റുന്നതായിട്ടുള്ള ഫ്ലോറുകളുടെ ലിസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ലിഫ്റ്റ് വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഏതൊക്കെ ഫ്ലോറിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്ലോറിൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ലിഫ്റ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ളത്. മൊത്തത്തിൽ 50 ഫ്ലോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും 42 ഫ്ലോർ വരേക്ക് മാത്രമാണ് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് 35ാമത്തെ നിലയിലാണ്. ശരിക്കും നമ്മൾ പോകുന്ന പർപ്പസ് എന്നുള്ളത് 35ാമത്തെ നിലയിലെ ഒരു കമ്പനിയിലാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല വീഡിയോ എടുക്കാനായിട്ട് മാത്രമായിട്ട് വന്നതല്ല. ഭയങ്കര ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോലെ ഇങ്ങനെ പോവാണ്. മുകളിലോട്ട് പോകുന്നതോറും മറ്റ് കെട്ടിടങ്ങളെല്ലാം കുഞ്ഞായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിനകത്ത് കയറുന്നതായിട്ടുള്ള വീഡിയോസ് വേറെ ഏതെങ്കിലും വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അരിച്ചു പറക്കി നോക്കി, ആരും ഇട്ടിട്ടില്ല. നമ്മളാണ് ബഹ്റൈനിൽ ആദ്യമായിട്ട് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിനകത്തായിട്ട് കയറുന്ന വീഡിയോ ഇടുന്നത്. മറ്റു പല യൂട്യൂബ് ചാനലുകളും ആക്ച്വലി വേൾഡ് ട്രേഡ് സെൻറ്റർ ഫോട്ടോ വെക്കുന്നുണ്ട്. ഫോട്ടോ വെച്ചിട്ട് ബാക്കി മൊഡമാളും ഷെറാട്ടൺ ഹോട്ടലും അല്ലാന്നുണ്ട് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സ്, കഫേസൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ ടവറിന് ഉള്ളിലോട്ട് കയറി മുകളിലോട്ട് കയറുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. സോ അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കണ്ടില്ലേ, ശരിക്കും എന്തോ ഭയങ്കരമായിട്ടുള്ള കാഴ്ച നോക്കി, എന്തോരം ബിൽഡിങ്സാണ്. ശരിക്കും നമ്മൾ മനാമയുടെ ഹൃദയഭാഗത്ത് നിന്നിട്ട് ഇത്രയും പുകത്ത് നിന്നിട്ട്
താഴെ കാണുമ്പോൾ വ്യൂ ഇതാണ്. നമുക്ക് ഈ 2 ടവറിനും ഇടയിലുള്ള പാലവും ആ ഫാനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ബീച്ച് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആക്ച്വലി നമുക്കിതിൻ്റെ ഈ ടവറിൻ്റെ മേളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കയറുമ്പോൾ ഏത് ഫ്ലോറിലാണ് നമ്മുടെ കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓഫീസ്, ആ ഓഫീസിൽ നിന്ന് താഴെ സെക്യൂരിറ്റി വിളിച്ച് ഇൻഫോം ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് അവർ കൊടുക്കണം. അതിന് ബദലായിട്ട് നമ്മൾ CPR കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ. അതും വേറെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന് പെർമിഷൻ കൊടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി ഈ പോയിന്റിൽ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മേലോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീസ് ആ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള മീറ്റിങ്സ് കാര്യങ്ങളൊന്നും അവർ അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റാണ്ടായി പോകുന്നത്. ജെന്യുവനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. പിന്നെ നമുക്ക് ഈ ടവറിനകത്ത് തന്നെ ഒഴിഞ്ഞ ഓഫീസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിന് എടുക്കാം, ഓഫീസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ഇച്ചിരി ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിൻ്റെ റീസൺ നമുക്ക് തന്നെ അറിയാം. ആക്ച്വലി ബഹറിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ബിൽഡിംഗ് ആണ്. മാത്രമല്ല ഈ ഒരു ഏരിയ വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ വണ്ടികൾ കടന്നു പോകുന്നതാണ്. ശരിക്കും സാമൽ ഗ്രൂപ്പിൻ്റെ ബിൽഡിങ്ങാണത്. ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന വ്യൂ എന്നുള്ളത് ഡേ ടൈം വ്യൂ ആണ്. ശരിക്കും നൈറ്റ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനേക്കാൾ നല്ല മനോഹരമായിരിക്കും. കാര്യം മൊത്തം ലൈറ്റ്സുകളാൽ ഇങ്ങനെ ആലങ്കാരികമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ രൂപകൽപ്പന ചെയ്തത് അറ്റ്കിൻസ് എന്നുള്ള പേരിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ബഹറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മനാമയുടെ ഹൃദയഭാഗത്താണ്. അതുകൊണ്ട് തന്നെ മനാമ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് നടന്നു വരേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം 1 കിലോമീറ്റർ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എത്തുവാനുള്ള ദൂരം എന്നുള്ളത്. കൂടാതെ ബഹ്റൈനെ സൗദി അറേബ്യയായിട്ട് കണക്ട് ചെയ്യുന്ന ഈ കിങ് ഫഹദ് കോസ്റ്റ്വേയിൽ നിന്നും ഇങ്ങോട്ട് എത്താനുള്ള ദൂരം എന്നുള്ളത് ഏകദേശം 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. ശരിക്കും മീറ്റിംഗ് നടക്കുന്നതും ആ കമ്പനി കയറുന്നതായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. അതിൽ വേറെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് സമയം കിട്ടാത്തതാണ്. ഒത്തിരി പേഴ്സണലായിട്ടും പിന്നെ ജോബ് സംബന്ധമായിട്ട് തിരക്കായത് കൊണ്ടാണ് ഇടാൻ പറ്റാത്തതായിട്ടുള്ളത്. ഇനി ഒത്തിരി വീഡിയോസ് ഇടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവരുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ്റെ വരുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കുവെക്കാമെന്നുള്ളൂ. എൻ്റെ പ്ലേലിസ്റ്റ് ചെല്ലുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ രാജ്യത്തിൻ്റെ പേരായിട്ട് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാൻ കാണാം. തായ്ലൻഡ് ഉണ്ട്, മലേഷ്യ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഖത്തറുണ്ട്. മറ്റൊരു പുതിയ രാജ്യത്തോടെയുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഉടൻ തന്നെ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറി തിരിച്ചു പോവുകയാണ്. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാഴ്ച കാണണം. നമ്മൾ ഈ ടവറിൽ നിന്നും മറ്റേ ടവറിലോട്ടുള്ള ആ പാലം കാണുന്നുണ്ടോ? അങ്ങനെ മൊത്തം 3 പാലങ്ങളാണ് ഈ 2 ടവർ തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ പാലങ്ങളിലാണ് കാറ്റാടി യന്ത്രങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളതിന് താഴത്തേക്ക് വളരെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ലിഫ്റ്റ് നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര സ്പീഡാണ്. അപ്പോൾ നമുക്കിനി താഴെ ചെന്നിട്ട് നമ്മുടെ ഈ എൻട്രി കാർഡ് കൊടുക്കുക, CPR മേടിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബഹ്റൈൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്പോട്ടിൽ നിന്നും വീണ്ടും കണ്ടെത്തുന്നവരേക്കും ബൈ.